എനിക്കൊരാൾ അല്പം മുമ്പ് ഒരു യൂട്യൂബറുടെ വീഡിയോ ഇട്ടു തന്നു. ലോകം ചേരിതിരിയുന്നു. യൂറോപ്യൻ യൂണിയനും UK-യും അമേരിക്കയും അടക്കമുള്ളവർ ഇസ്രയേലിന് പിന്നിൽ, പിന്നെ റഷ്യയും ചൈനയും കൊറിയയും അടക്കമുള്ളവർ ഇറാന് പിന്നിൽ. ഇങ്ങനെയാണ് ആ വാർത്തയുടെ തലക്കെട്ടും അതിൻ്റെ കണ്ടൻറ്റും. ശുദ്ധ ഭോഷ്കാണ്, കളവാണ്, ശരിയല്ലായ്മയാണ്. ഇത് കണ്ട് എവിടെങ്കിലുമൊക്കെയുള്ള മലയാളി ഓഡിയൻസ് കൈയടിച്ച് ആവേശം കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വാസത്തിലൊന്നും യാതൊരു അർത്ഥവുമില്ല. സത്യസന്ധമായി നടക്കുന്ന കാര്യം ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യരുതെന്നും വഷളാകരുതെന്നും ലോകത്തിലെ ഇസ്രയേലും അമേരിക്കയും ഒഴിച്ചുള്ള എല്ലാ രാജ്യങ്ങൾക്കും ആഗ്രഹമുണ്ട്. കാരണം അതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ അടക്കമുള്ള വിഷയങ്ങളാണ് അതിലുള്ളത്. നെതന്യാഹുവിന് ആകെ ലഭ്യമായ എക്സിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ട്രംപാണ്. ട്രംപ് ആത്മാർത്ഥമായി മുൻകൈയെടുത്താൽ ഈ യുദ്ധം വളരെ വേഗം അവസാനിക്കുമെന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രംപിൻ്റെ മേലാണ് സമ്മർദ്ദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ക്രെഡിബിളായിട്ടുള്ള ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് സൗദി അറേബ്യയും അതുപോലെ തന്നെ ഖത്തറും വലിയ സമ്മർദ്ദം ട്രംപിൻ്റെ മേൽ ചുമത്തുന്നുണ്ട്. അതായത് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈ എടുക്കണമെന്നും ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത് കടുത്ത പ്രത്യാഘാതമുണ്ടാക്കുമെന്നുമുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഇതുവരെ ലോകരാജ്യങ്ങളിൽ ആരെങ്കിലും ചേരി പിടിക്കുകയോ ഇറാനെ സഹായിക്കാൻ രംഗത്ത് വരികയോ ഒന്നും ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, G7 കൂടിയ രാജ്യങ്ങൾ ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇറാനെ ആക്രമിക്കാനുള്ള അവകാശമുണ്ടെന്നുമാണ് അവർ സംഗതി പാസ്സാക്കിയത്. പണ്ട് നമ്മുടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി M സ്വരാജ് ചോദിച്ചതുപോലെ നിരപരാധികളെ, നിഷ്കളങ്കരെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന ഇവരിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ഇതിലേറ്റവും പ്രസക്തമായിട്ടുള്ളത്. ഇവരെല്ലാവരും എപ്പോഴും അത്തരം നിലപാടുകളെ സ്വീകരിക്കൂ. മറുവശത്ത് കണ്ണടച്ച് ഇറാനെ പിന്തുണച്ച് രംഗത്ത് വരാൻ വ്യാപാര താൽപ്പര്യങ്ങളും വാണിജ്യ താൽപ്പര്യങ്ങളും അടക്കമുള്ളവ എല്ലാവരോടുമുള്ള റഷ്യയ്ക്കോ ചൈനയ്ക്കോ കൊറിയയ്ക്കോ അടക്കമുള്ള രാജ്യങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നതാണ് അവരുടെ നിലപാട്. അവരെങ്ങനെയെങ്കിലും ഈ യുദ്ധം വളരെ വേഗത്തിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. പുടിനും ട്രംപിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഇത് സമാധാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. ഏതായാലും ഇത് അവസാനിക്കുന്നതാണ് ലോകത്തിലെ മനുഷ്യർക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഇരുവശത്തുമുണ്ടാകുന്ന നാശനഷ്ടങ്ങളും അത്തരം കാര്യങ്ങളും ആവേശപൂർവ്വം കണ്ട് കൈയടിക്കാമെന്നല്ലാതെ ഇത് പതിക്കുമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ ഭീതിയും കഷ്ടപ്പാടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.